അബുദാബിയിൽ ഉത്സവകാലമൊരുക്കി ഷെയ്ഖ് സാദ് ഫെസ്റ്റിവൽ. ദുബായിലെ ഗ്ലോബൽ വില്ലേജിൻ്റെ മാതൃകയിൽ അൽബദ്വയിൽ നടക്കുന്ന ഷെയ്ഖ് സാദ് ഫെസ്റ്റിവലിൽ ഇന്ത്യ അടക്കമുള്ള 20ലേറെ രാജ്യങ്ങളുടെ പവലിയനുകളാണുള്ളത്. പവലിയന് പുറമെ ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ഓരോ രാജ്യത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും മനസ്സിലാക്കാൻ സാധിക്കും. പൗരാണിക കാഴ്ചകളുടെ മാത്രം പ്രദർശന കേന്ദ്രമായിരുന്ന ഷെയ്ഖ് സാദ് ഹെറിറ്റേജ് ഫെസ്റ്റിവൽ 2020 ഷെയ്ഖ് സാദ് ഫെസ്റ്റിവൽ എന്ന പേരിൽ പഴയതും പുതിയതുമായ കാഴ്ചകളുടെ വേദിയായത്. ദുബായിലെ ഗ്ലോബൽ വില്ലേജിന്റെ മാതൃകയിൽ അബുദാബി അൽബദ്ബയിലെ സ്ഥിരം പ്രദർശന കേന്ദ്രത്തിൽ ഇന്ത്യ അടക്കം 20ലേറെ രാജ്യങ്ങളുടെ വലിയ പവലിയനുകളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ അതിൻ്റെ ഒരു ചെറിയൊരു മിനി വേർഷൻ പോലെയാണ് അബുദാബിയിൽ ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇന്ത്യൻ പവലിയനിൽ വന്നപ്പോൾ നാട്ടിലൊക്കെ പോയൊരു ഫീൽ, ലൈക്ക് ചന്തയിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. കാശ്മീരിലെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ കുറേ ഫുഡ് സ്റ്റോൾസ് അവൈലബിൾ ആണ്. അതേപോലെ അജ്മാൻ എന്നാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് നൈസ്. നല്ലായിരുന്നു. പിന്നെ നല്ല ലൈവ്ലി ആയിരുന്നു. ഐ ഫീൽ ബോറിങ്. പിന്നെ ഇവിടെ കുറേ കുട്ടികൾക്കാണെങ്കിലും കുറേ റൈഡ്സും അത് ഇതെല്ലാം ഉണ്ട്. സോ ബോറടിക്കാൻ ചാൻസ് ഇല്ല. ഓരോ രാജ്യത്തിൻ്റെയും നൃത്ത സംഗീതമടക്കമുള്ള തനത് കലാരൂപങ്ങൾ പവലിയനുകളോട് ചേർന്ന വേദികളിൽ അരങ്ങേറുന്നുണ്ട്. ഇതോടൊപ്പം വേഷവിധാനം, ഭക്ഷണം, കലാരൂപങ്ങൾ എന്നിവയെല്ലാം ഫെസ്റ്റിനെത്തുന്നവർക്ക് അടുത്തറിയാൻ കഴിയും. നല്ല പ്രോഗ്രാം ആയിരുന്നു. നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്. പല രാജ്യത്തുള്ള പല വിധാനങ്ങളുണ്ട്. കാണാനൊക്കെ നല്ല രസമാണ്. നല്ല ക്ലൈമറ്റും നല്ല ക്ലൈമറ്റാണ്. ഈ പ്രോഗ്രാമും നല്ല ക്ലാസിക്കലായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് തന്നെയാണ് നല്ല പ്രോഗ്രാം ചെയ്തത്. അത് നമ്മൾ കാണാൻ തന്നെ ഒരു കണ്ണിന് ഒരു കുളിർമയായിരുന്നു. പുത്തൻ കാഴ്ചകളുടെ വിസ്മയ ചെപ്പ് തുറക്കുന്ന ഷെയ്ഖ് സാദ് ഫെസ്റ്റിവലിൽ തലയെടുപ്പോടെ ഇന്ത്യൻ പവലിയനും സജ്ജമാണ്. ഒട്ടേറെ പുതുമകളോടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങളുടെ രുചിവൈവിധ്യവും പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്. വാരാന്ത്യങ്ങളിലെ സാംസ്കാരിക പരിപാടികളും പവലിയന് തിളക്കമേകുന്നു. 8 മീറ്റർ ഉയരത്തിലുള്ള പ്രവേശന കവാടവും അത്യാകർഷകം. ഇവിടെ വെച്ചിട്ട് ഈ ഫെസ്റ്റിവലിൽ വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് നമ്മൾ പവലിയൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന വളരെ കൃത്യമായിട്ടുള്ള ട്രഡീഷണൽ ഐറ്റമാണ് നമ്മളെല്ലാ ഫെസ്റ്റിവലിലും ഇവിടെ നമ്മളെ പവലിയന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇന്ത്യ എന്ന ഒരു ഇവിടെ നമ്മുടെ സെക്കൻഡ് പോപ്പുലേഷൻ ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാട്ടുകാർ നമുക്ക് അതേ റെസ്പെക്ട് തരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതേ രീതിയിൽ നമ്മൾ നമ്മുടെ പവലിയനും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ഉള്ളത് ഇന്ത്യക്കാരാണ്. ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ തന്നെയാണ് ഇവിടെ വിസിറ്റേഴ്സ് ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഇത് അറിയേണ്ടതുണ്ട് ജനങ്ങൾ എല്ലാവരും. എനിക്കൊന്ന് UAE എല്ലാ മലയാളികൾക്കും ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് ഇതുവരെ അറിയില്ല. ഈന്തപ്പനയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, വ്യത്യസ്തയിന ഈന്തപ്പഴങ്ങൾ, ഈന്തപ്പഴത്തിൽ നിന്നുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ജാമുകൾ, സ്ക്വാഷ്, മധുര പലഹാരങ്ങൾ, മരുന്നുകൾ, തേൻ, ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തുകലുൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, പലതരം എണ്ണകൾ, മൊറോക്കൻ ശില്പങ്ങൾ, ചൈനീസ് കാലിഗ്രാഫി ചിത്രപ്രദർശനം, ഒമാനിൽ നിന്നുള്ള വിശേഷപ്പെട്ട മസാലകൾ, തേൻ, പാകിസ്ഥാൻ കോട്ടുകൾ തുടങ്ങി ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള കാഴ്ചകളും ഉൽപ്പന്നങ്ങളും അനുഭവങ്ങളുമാണ് ഫെസ്റ്റിവലിലുള്ളത്.
കൂടുതൽ ഈ വർഷം നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് നമ്മുടെ തനത് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റം ഉണ്ടല്ലോ, പഞ്ചാബി ജൂത്തി, കാശ്മീർ ഷോൾസ്, പിന്നെ മാർബിൾ ഹാൻഡിക്രാഫ്റ്റ്, ഇതുപോലത്തെ വെറൈറ്റി ഐറ്റങ്ങളാണ് നമ്മൾ കൂടുതൽ ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. എല്ലാ ദിവസവും ഇന്ത്യ ഭവനിൽ സ്റ്റേജ് ഷോ നടക്കുന്നുണ്ട്. ഇപ്പോൾ 3 മെയിൻ ടീമാണുള്ളത് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒന്ന് പഞ്ചാബ് ബംഗ്ര ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു ബോളിവുഡ് ഡാൻസ് ടീം, പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ക്ലാസിക്കൽ ടീമും കൂടി ഇപ്രാവശ്യം ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവലിൽ പരിപാടി അവതരിപ്പിക്കും. ഇന്നത്തെ തലമുറയെ UAE-യുടെ ചരിത്രം, പൈതൃകം എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ലക്ഷ്യമിട്ടുള്ള പരിപാടികളാണ് മേളയുടെ ഭാഗമായി സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. പരേഡ്, നാടൻ കലാരൂപങ്ങൾ, സംഗീത പരിപാടികൾ, കരിമരുന്ന് പ്രയോഗം, ഡ്രോൺ ഷോ മുതലായവ സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നു. നമ്മൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. ശരിക്കും ഞങ്ങൾ ആദ്യം ദുബായിലായിരുന്നു. അപ്പൊ നമുക്കൊരു ചെറിയ എന്താ പറയാ വല്ലാത്തൊരു മിസ്സിംഗ് ആയിരുന്നു ദുബായിന്ന് നമുക്ക് ഗ്ലോബൽ വില്ലേജ് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. UAE-യില് മറ്റേ ദുബായിലുള്ള ഗ്ലോബൽ വില്ലേജിലാണെങ്കിൽ നല്ല റഷ് ഉണ്ട്. പക്ഷെ ഇവിടെ അത്രമാത്രം റഷ് ഇല്ലെങ്കിലും നമുക്ക് എല്ലാ പവലിയിലും ഒന്നിച്ച് കാണാൻ പറ്റുന്ന സൗകര്യമുണ്ട്. ജനുവരിയുടെ തണുപ്പിൽ കുതിര ഒട്ടക സവാരികൾ നടത്താനുള്ള അവസരവും ഇവിടെയുണ്ട്. കൂടാതെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പലതരം വിനോദങ്ങൾ, ഭക്ഷണശാലകൾ എന്നിവയുമുണ്ട്. വൈകിട്ട് 4 മണി മുതൽ രാത്രി 11 വരെയാണ് പ്രദർശനം. അബുദാബി ബസ് ടെർമിനലിൽ നിന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് അൽബദ്ബ പ്രദർശന നഗരിയിലേക്ക് സൗജന്യ ബസ് സർവീസുമുണ്ട്. ഫെബ്രുവരി 28 വരെ ഫെസ്റ്റിവൽ സന്ദർശകരെ സ്വീകരിക്കും. രാജ്യങ്ങളെ കൾച്ചറും കാര്യങ്ങളും ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു പുതിയൊരു ഇതാണ് അബുദാബി. ഇനിയിപ്പോൾ ഗ്ലോബൽ വില്ലേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരും വർഷങ്ങളിലൊക്കെ ഒരുപാട് കാഴ്ചകൾക്ക് പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വിസ്മയിപ്പിക്കുന്ന ആഘോഷ പരിപാടികളുമായാണ് ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവൽ പുതുവർഷത്തെ വരവേറ്റത്. 6 ലോക റെക്കോർഡുകൾ കൈപ്പിടിയിലൊതുക്കി 53 മിനിറ്റ് നീളുന്ന കരിമരുന്ന് പ്രകടനം അരങ്ങേറി. കരിമരുന്ന് പ്രകടനം മാത്രം 2 റെക്കോർഡുകൾ സൃഷ്ടിച്ചപ്പോൾ 6000 ഡ്രോണുകൾ തീർത്ത ആകാശവിസ്മയം 4 റെക്കോർഡുകൾ തിരുത്തി എഴുതി. അബുദാബി ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം UAE-യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് അബുദാബിയിൽ നടക്കുന്നത്. 2 ഗിന്നസ് റെക്കോർഡാണ് ഇവിടെ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 31-ാം തീയതി ഈ ന്യൂ ഇയറിന് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയത്. അത് തന്നെയാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു സ്ഥലത്ത് നമ്മൾ ഇന്ത്യൻ പവലിയൻ ഓർഗനൈസ് ചെയ്യാണ്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായുള്ള കാഴ്ച അനുഭവങ്ങൾ ഒരുക്കി ഫെസ്റ്റിവൽ സന്ദർശകരെ കാത്തിരിക്കുകയാണ്.